എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞങ്ങളുടെ അപ്പൂസിൻ്റെ കല്യാണം. 3 ദിവസമായിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് കല്യാണ ദിവസമാണ് കേട്ടോ. അപ്പോൾ എത്ര മാസമായി എന്നറിയാമോ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമാണ്. ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വരുന്നത് കേട്ടോ. എൻ്റെയാണ് ലാസ്റ്റ് കഴിഞ്ഞ കല്യാണം. അതുകൊണ്ട് തന്നെ മാസങ്ങളായി നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഡ്രസ്സ് എടുക്കൽ, ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കൽ, അങ്ങനെ എത്ര നാളെ വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുന്നു. സാരി അപ്പോൾ ഞാൻ കല്യാൺ സിൽക്കിൽ നിന്നാണ് എടുത്തത്. പിന്നെ ബ്ലൗസ് ഞാനിവിടെ ബാംഗ്ലൂർ തൊട്ടടുത്തുള്ള വീട്ടിലാണ് സ്റ്റിച്ച് ചെയ്യിച്ചത് കേട്ടോ. പിന്നെ സാരി ഇന്ന് പോയിട്ട് പാർലറിൽ നിന്ന് ഡ്രേപ്പ് ചെയ്ത് എടുത്തു. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ തന്നെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. കാരണം ഓപ്പൺ സ്പേസിലാണ് കല്യാണം, അതുകൊണ്ട് വേർത്ത് കുളിക്കുന്ന ഉറപ്പുള്ള കാരണം കൊണ്ട് ഞാൻ മേക്കപ്പൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അപ്പം ഞങ്ങളിതേ ഹാളിലേക്ക് പോവാണ്. അതിരാവിലെ പുലർച്ചെ സമയത്തായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് കെട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം ഞങ്ങളിതേ ദേവി ഇവൻറ്റ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ ജി പിയിലെ ഗോവിന്ദ് പത്മസൂര്യ അവരുടെ കല്യാണത്തിൻ്റെ കുറേ ഇവൻറ്റ്സ് ഒക്കെ നടന്നിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുക്കനെ പിടിച്ച് സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ഞാനും അവരുടെ കൂടെ നിൽക്കേണ്ട ഒരാളാണല്ലോ, നേരത്തെ വീഡിയോ പിടിച്ച് നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അപ്പൂസിനെ ദേ സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ അവരൊക്കെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ അടുത്തത് പെൺകുട്ടീനെ കൊണ്ടുവരലാണ്. നമ്മളും ഇതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൂസിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയത്. അതേപോലെ തന്നെ സ്നേഹേനെയും അവരുടെ വീട്ടുകാരാണ് ആനയിച്ചത് ഈ സ്റ്റേജിലേക്ക് കയറ്റുന്നത് കേട്ടോ. രാവിലെ 6 മണി തൊട്ട് 7 മണിയുടെ ഇടയിലായിരുന്നു കല്യാണം നടന്നത് കേട്ടോ, ഗുരുവായൂർ വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇപ്പം ഈ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. കെട്ടെല്ലാം കഴിഞ്ഞ് നമുക്ക് സാരി മാറ്റുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ സാരിയൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം സ്റ്റേജിൽ വന്നിട്ട് ഒരു 3 പ്രാവശ്യം നമ്മളിങ്ങനെ വലം വയ്ക്കുമല്ലോ, അപ്പോൾ അതാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയ കാരണം കൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും കിടന്ന് നമ്മൾ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തന്നെ എല്ലാം ചെയ്യുമല്ലോ. അവർ അവർ അവിടെ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 3 പ്രാവശ്യം അവർ വലം വയ്ക്കുന്നു. ഇവിടെ നമ്മുടെ വീട്ടുകാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ, മേമ്മമാർ, പിന്നെ കുമാരി വല്യമ്മ, ശ്രീകുട്ടി ഒക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ രാജി മേമ്മയുടെ ചേച്ചിയുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എല്ലാവരും ഉണ്ട്. ബിഷമേമ്മ, പിങ്ക് സാരിൻ്റെ ബിഷമേമ്മ, ബിഷമേമ്മയുടെ ചേച്ചിമാരാണ് ബാക്കിൽ 2 പേര് ഇരിക്കുന്നത്. ബീന വല്യമ്മയും ബിന്ദു വല്യമ്മയും പിന്നെ അവരുടെ അമ്മ ഒക്കെയാണ് കേട്ടോ. അവരൊക്കെ നമ്മുടെ ചാനലിനെ തുടക്കം തൊട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്ന് ചോദിച്ചത് പോലും ബിന്ദു വല്യമ്മയാണ്. ആ ക്രീം കളർ സാരി, അല്ലെങ്കിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ കുറേ പേരുടെ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുടെ കൂട്ടത്തിൽ ബീന വല്യമ്മയും ബിന്ദു വല്യമ്മയും ബിഷമേമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ വല്യമ്മ, മേമ്മമാർ, സുനിത ആൻറ്റി, അമ്മ ഒക്കെ അവിടെ നിൽക്കുന്നു. നമ്മുടെ കസിൻസ് തന്നെയാണ് കേട്ടോ അവിടെ മുഴുവൻ ഉള്ളത്. ഇങ്ങനെ ഓപ്പൺ സ്പേസിലാണ് എല്ലാവരും ചെയർ ഇട്ടിട്ട് ഇരിക്കുന്നത്. പിന്നെ അതേ ചടങ്ങുകളുടെ സമയമായി. അപ്പം നമ്മൾ സ്റ്റേജിലേക്ക് കയറി. വീഡിയോയിൽ എന്നെ തിരിച്ചറിയാനായിട്ട് ഞാൻ അവിടെ നിന്നൊരു ഹായ് പറഞ്ഞിരുന്നു കേട്ടോ. എനിക്ക് അപ്പൂസ് മാത്രമല്ല കേട്ടോ, അപ്പൂസിൻ്റെ കല്യാണം ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ കല്യാണം കഴിക്കാനും മാത്രമുള്ള അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എനിക്കുണ്ട് കേട്ടോ. ഒരറ്റത്ത് നിന്ന് തിരി കൊളുത്തിയിട്ടുണ്ടെങ്കിൽ പടപടപടാന്ന് ഇങ്ങനെ കല്യാണങ്ങളായിരിക്കും. വേഗം എല്ലാവരും കല്യാണം നടക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാലല്ലേ നമുക്കിതുപോലെയൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ
അവിടെ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ട് കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ നമ്മളത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത് ട്ടോ. എന്നിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ മാലയിടലും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഫോട്ടോസിൻ്റെ ബഹളമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഫോട്ടോഗ്രാഫർമാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അവർ എനങ്ങാണ്ട് ഇരുത്തില്ല. അത്രയും ഫോട്ടോസ് എടുത്ത് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇച്ചിരി മധുരമൊക്കെ കൊടുക്കുമല്ലോ, പഴവും പാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറും കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. ഒരു കളർ തീം ഉണ്ട്, പിങ്ക് കളർ മറ്റായിരുന്നു കേട്ടോ കളർ തീം. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ, അല്ലാണ്ട് ഒരുപാട് പേരെയൊക്കെ വിളിച്ച് അങ്ങനെയല്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഒരു 10,000 ആളുടെ ഉള്ളിൽ ഉള്ള ഒരു വിവാഹമായിരുന്നു കേട്ടോ നമ്മുടെ അപ്പൂസിൻ്റെ. അപ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ വെറും പോസ്റ്റുകളാണ്, കാരണം നമുക്കൊന്നും ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഫോട്ടോസും സെക്ഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മധുരം കൊടുക്കൽ അങ്ങനെ, അത് മേമയാണ് കേട്ടോ. റാണി പിങ്ക് സാരി കൊടുത്തിട്ട് ഇതേ പഴം കൊടുക്കാനായിട്ട് നിൽക്കുന്നത് എൻ്റെ മേമയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാനായിട്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ്, പിന്നെ നമ്മുടെ ചെറുക്കൻ വീട്ടുകാരുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ട് ആസ്വദിക്കുക, എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ 2 ദിവസം കൊണ്ട് പഠിച്ചിട്ടുള്ള ഡാൻസൊക്കെയാണ് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ കാണും, നിങ്ങൾ ക്ഷമിക്കൂ കേട്ടോ. എന്നിട്ട് കണ്ടു നോക്ക്. നിങ്ങൾ കേട്ടില്ലേ മറ്റേ കൊക്കര കൊക്കരക്കോ എന്ന് പറഞ്ഞ സോങ് ഇല്ലേ വിജയുടെ, ആ പാട്ടാണ് കേട്ടോ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഞാനിത് ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കോപ്പിറൈറ്റ് വന്നു. പ്ലസ് ഈ ഒരു ഭാഗത്തെ വീഡിയോസ് കട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്താൽ നമുക്ക് പിന്നെ നമുക്ക് പൈസ ഈ ഒരു വീഡിയോൻ്റെ ഭാഗത്തു നിന്നും കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വലിയ പ്രശ്നമാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ആ ഭാഗമൊക്കെ ഇതുപോലെ സോങ് ഇല്ലാണ്ട് ഡാൻസ് മാത്രമാക്കി മാറ്റിയത് കേട്ടോ. നമ്മുടെ ഡാൻസ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ കസിൻസും നമ്മളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് അപ്പൂസിൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിലാണോ കോളേജിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ അപ്പൂസിനെയും പെണ്ണിനെയും ഒക്കെ ഇരിക്കണോടത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ് ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഓഡിയോ വെക്കണമെന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ കോപ്പിറൈറ്റ് കിട്ടിയാൽ നമ്മൾ വീഡിയോ പണിയാണ്. അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് ഒഴിവാക്കിയത്. അങ്ങനെ ഞങ്ങൾ ചെറുക്കൻ വീട്ടുകാരുടെ നൃത്ത സംഗമം ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഒരു സന്തോഷം 2 ദിവസം കൊണ്ട് ഞങ്ങൾ ഒപ്പിച്ചെടുത്തതാണ്. കുറച്ച് തെറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അതൊരു സന്തോഷമായിരുന്നു. ഒരാഴ്ചയും കൂടി അധികം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിൽ ഞങ്ങൾ തകർത്തേനെ കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് സദ്യയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ആൾക്കാരൊക്കെ എണ്ണം കുറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മേമമാരെ ഒന്ന് പരിചയപ്പെട്ട. എൻ്റെ സിന്ധു മേമയാണ് കേട്ടോ പച്ച സാരി, ഇതെൻ്റെ ബിഷമേമ പിങ്ക് സാരി, ഏറ്റവും താഴെ മേമ ബിഷമേമ. എൻ്റെ അച്ഛമ്മയ്ക്ക് 5 ആൺമക്കളാണ് കേട്ടോ. അപ്പോൾ ഒരു 5
മരുമക്കളാണ് ഇത്. ഈ ലാവണ്ടർ സാരിയാണ് എൻ്റെ വല്യമ്മ, അതാണ് മൂത്ത വല്യമ്മ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് രണ്ടാമത്. മൂന്നാമതാണ് ഇതേ ഇപ്പം ഞാൻ കെട്ടിപ്പിടിക്കുന്ന രാജി മേമ, അപ്പൂസിൻ്റെ അമ്മ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സിന്ധു മേമ പച്ചസാരി. അത് കഴിഞ്ഞിട്ടാണ് താഴെ ബിഷമേമ വരുന്നത്. അപ്പം ഇതാണ് എൻ്റെ പാപ്പൻ കേട്ടോ, എൻ്റെ ഗോപിയപ്പനാണ്. ഇപ്പം മരിച്ചിട്ട് 7 വർഷമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ ആരോ ഗിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ, എനിക്ക് ഒന്ന് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അവരൊരു ഫാമിലി പിക്കായല്ലോ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ലഞ്ച് കഴിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ തനുക്കുട്ടിയും ജാനിക്കുട്ടിയും ഫുൾ വെയിലത്തായിരുന്നു. റിസോർട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് വെയിലൊക്കെ കൊള്ളേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവർ ഫുൾ ടൈം വെയിലത്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ലഞ്ച് കഴിക്കുന്ന ആ ഭാഗത്ത്, സദ്യ കഴിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തണലൊക്കെ ഉണ്ട്, ഒരു ഹോൾ പോലെ ഇങ്ങനെ ഓപ്പൺ ആണ്, പക്ഷെ എന്നാലും മേലെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വെയിലൊന്നും കൊള്ളേണ്ട ഭക്ഷണം കഴിക്കുന്ന നേരത്തെ. അപ്പോൾ ലാസ്റ്റാണ് കേട്ടോ സ്നേഹയും അപ്പൂസൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റിസോർട്ടിൽ കുറച്ച് ഭാഗമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്താണ് കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. പല സ്ഥലങ്ങളും നമുക്ക് നമ്മളുടെ ഐഡിയ അനുസരിച്ച്, നമ്മുടെ ഇവൻ്റ് അനുസരിച്ച് നടത്താവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ കിഡിലനായിരിക്കും. ഫോട്ടോസ് ആൽബം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫി വീഡിയോ എടുക്കാനൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. ആകെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ചൂട്, ആ സമയത്തൊക്കെ കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെടും. പക്ഷെ ഒരു ഈവനിങ് ടൈമിലേക്കുള്ളതൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ ഉള്ളത് നമുക്ക് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വിയർത്ത് കുളിച്ചു, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ അൺസഹിക്കബിൾ ആയിരുന്നു. പിക്കൂനും തനുവിനൊക്കെ കേട്ടോ ഇവിടുത്തെ ചൂട് കാരണം തനുകുട്ടിക്ക് തലചുറ്റൽ വരെ ഉണ്ടായിട്ടോ ഇവിടെ വെച്ചിട്ട്. ഇതെൻ്റെ ചേച്ചി, ചേട്ടൻ്റെ ഭാര്യ കയ്യിലെന്തായാവോ അല്ലേ. അപ്പോൾ ചേച്ചിയും പിന്നെ മീനും ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കണം. എല്ലാവരും ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ സദ്യ നടന്നുകൊണ്ടിരിക്കില്ല. പിന്നെ സദ്യ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി. 5-10 കുടുംബങ്ങളുണ്ട് ഇതിനുള്ളിൽ. അച്ചമ്മയ്ക്ക് അത്രയും മക്കളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം. നമ്മളൊരു 3:30-3:45 ആ സമയത്തൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ കണ്ടത്. വീഡിയോ എടുക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങണ സമയ കാരണം കൊണ്ട് എനിക്ക് മുഴുവനായിട്ട് ഈ സ്ഥലമൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള സ്പേസാണ്. കുറേ സ്ഥലങ്ങൾ അങ്ങനെ മുക്കിലും മൂലയ്ക്കൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അനിയൻ്റെ കല്യാണമല്ലേ, നമുക്ക് ഇങ്ങനെ വീഡിയോ പിടിച്ച് എപ്പോഴും നടക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ. ഒരുവിധമൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഈ കല്യാണം മുഴുവൻ കവർ ചെയ്യുമെന്ന് പറയാനൊന്നും മാത്രമുള്ള ആൾക്കാരെയൊന്നും എനിക്ക് അവിടെ കിട്ടിയില്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും കല്യാണത്തിന് പങ്കെടുക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിള്ളേരൊക്കെ നന്നായിട്ട് ടയേർഡായി. നമ്മളിതേ ഇനിയിപ്പോൾ ചെറുക്കനും പെണ്ണിനും വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ. ഞങ്ങളൊരു 10-15 മിനിറ്റ് മുന്നേ പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അവരെ എത്തിയത്. അപ്പോൾ ഇനി അവരെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കണ്ടോ ഫോൺ ഞാൻ ഡിക്രൂനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ കറങ്ങി നടക്കുന്നത്. എന്നാൽ അവന് പറ്റുന്ന പോലെ അവൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡിക്രു എൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. ഒരു 9 വയസ്സുള്ള കുട്ടി എങ്ങനെ വീഡിയോ എടുക്കും അതുപോലെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ഇവരെ കയറ്റണ്ടേ നമുക്ക്. അപ്പോൾ ഞങ്ങൾ കൂടെ നിൽക്കണം. പിന്നെ മേമ്മമാരും അമ്മയും ഒക്കെ കൂടിയിട്ടാണ് വിളക്ക്, പൂവ്, പറ, നിറ ഒക്കെ കൈ പിടിച്ചിട്ടൊക്കെ അവർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരതേ മേമ നിലവിളക്ക് കൊടുത്ത് സ്നേഹക്കുട്ടീനെ അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പം ആ ഒരു ചടങ്ങാണ്. നമ്മുടെ അവിടെ അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ല. നിലവിളക്ക് കൊടുത്ത് അവളെ അകത്തേക്ക് കയറ്റും. അതിന് മുന്നേ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ അരിയും പൂവും എറിയുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതൊക്കെ കഴിഞ്ഞായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഡിക്രു അല്ലേ ആൾ, അതൊന്നും കവർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ച് മരുമകൾ വീട്ടിനകത്തേക്ക് കയറും. ഞങ്ങളുടെ അവിടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള ചടങ്ങുകളുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വരുന്ന ചടങ്ങുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ തൃശ്ശൂർ ഭാഗത്ത് ഒരുവിധമൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കല്യാണങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നിലവിളക്ക് കൊടുത്ത് സിമ്പിളായിട്ട് അവളെ വീട്ടിലേക്ക് കയറ്റുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ വിളക്ക് നമ്മുടെ പൂജാ റൂം എവിടെയാണോ ആ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ പാപ്പനില്ലാത്ത കാരണം കൊണ്ട് വിളക്കും കൊണ്ട് അകത്ത് കയറിയപ്പോൾ പാപ്പൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാപ്പനെ ആ വിളക്കൊന്ന് കാണിച്ചായിരുന്നു, ഒന്ന് പ്രാർത്ഥിക്കാനും. രണ്ടുപേരും കൂടിയിട്ട് അവിടെ അങ്ങ് ഒരു 2 മിനിറ്റ് നിന്നിരുന്നു കേട്ടോ.
രണ്ടാളും കൂടി നിന്ന് പ്രാർത്ഥിച്ചോ? രണ്ടുപേരും കൂടി നിന്ന് തൊഴു. സ്വല്പം കൊടുത്തിരുന്നു അത് കുറച്ചും കൂടെ ഫേവർ ചെയ്തിട്ട് ആ മതി മതി പ്രാർത്ഥിക്കുന്നേരം. ഓക്കെ ഒന്ന് തൊട്ട് വന്നിച്ചു കേട്ടോ. അങ്ങനെ നീണ്ട ഫോട്ടോഗ്രാഫി ചടങ്ങുകൾക്ക് ശേഷം ദേ രണ്ടുപേരും ഒന്ന് സോഫയിൽ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പാലും പഴവും കൊടുക്കണം. അത് അമ്മ പിന്നെ നമ്മുടെ കസിൻസ് അങ്ങനെ എല്ലാവരും കൊടുക്കും കേട്ടോ. അതൊരു കൺഫ്യൂഷൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ ആദ്യം കൊടുക്കണോ പഴം ആദ്യം കൊടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. 5-10 കൊല്ലമായി ഇവിടെ ഒരു കല്യാണം നടന്നിട്ട് എൻ്റെ ലാസ്റ്റ് കഴിഞ്ഞ കല്യാണം. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അത്രയും ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് ഒരു സംശയം. അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ മധുരം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഴം അപ്പോസിനും പെണ്ണിനും ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാല് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. വേണ്ടടാ ഓരോന്നും കൊടുത്താൽ കൊറേ പേര് കൊടുക്കും. പാല് കൊടുക്കും. പിടിച്ചോട്ടെ അവന് കൊടുക്കും. അപ്പൊ കുടിക്കുക എന്നിട്ട് പിന്നെ കുടിച്ചോ അപ്പൊ കുടിക്കേ ഞാൻ അങ്ങനെ കൊടുത്തോ. ചെറിയ മധുര വെല്ലുമിട്ടിട്ടുള്ള അങ്ങോട്ടും കൊടുത്തോ. അവന് കിട്ടിയില്ല. കിട്ടിയില്ല. കുടിച്ചോളാം. കുടിക്കണില്ലേ? കുടിച്ചോ? കുടിച്ചോടാ. വേണ്ട അതിനുള്ള പാലൊന്നും. ഇനിയിപ്പോൾ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ അച്ചമ്മയാണ് കേട്ടോ പഴമൊക്കെ കൊടുക്കുന്നത്. അച്ചമ്മയ്ക്ക് 10-90 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അച്ചമ്മേനെ അവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന് അച്ചമ്മേനെ കൊണ്ടും കൊടുപ്പിച്ചു കേട്ടോ. അച്ചമ്മയ്ക്ക് മക്കളും മരുമക്കളും പിന്നെ പേരക്കുട്ടികളും അവരുടെ കൊച്ചുമക്കളെയും ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആളാണ്. എത്ര കല്യാണങ്ങൾ കൂടിയില്ലേ, എത്ര തലമുറകളെ കണ്ടു അല്ലേ. ഭാഗ്യം കൂടി വേണം അതിനൊക്കെ. അപ്പം അച്ചമ്മയുടെ അനുഗ്രഹം കൂടി രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഓരോരുത്തരായിട്ട് മുതിർന്നവരായിട്ടാണ് നമ്മളിങ്ങനെ പഴവും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പം ഇനി എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നും പറഞ്ഞിട്ട് ഓരോരോ കഷ്ണമാണ് കൊടുത്തത്. സാധാരണ നമ്മുടെ അവിടെ ഉണ്ടല്ലോ 3 പീസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്താണെങ്കിലും ഓരോരോ പീസ് കൊടുത്താൽ മതി, കാരണം കുറച്ചധികം ആൾക്കാരുണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ എൻ്റെ ചാൻസും കിട്ടി. പിന്നെ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ എൻ്റെ ചാൻസ് വന്നു. ഞാനും രണ്ടുപേർക്കും മധുരം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സീനേച്ചി പിന്നെ മേമമാർ അനിയത്തിമാർ ആൻറ്റിമാർ അങ്ങനെ നീളുന്ന നിര അവർ എല്ലാവരും കൊടുത്ത പഴം പാവങ്ങളിരുന്ന് കഴിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പാപ്പൻ്റെ ഫോട്ടോൻ്റെ കീഴെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുകയായിരുന്നു. മേമ ദേ ഇപ്പോൾ കരയുമെന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. പാപ്പനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. ഇതിലും എത്രയോ ഗംഭീരമായിട്ട് കല്യാണം നടത്തിയിരുന്നു. അപ്പോൾ അവന് ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് പേര് അറിയുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ മേമേനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവർ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചായ സൽക്കാരത്തിന് ഒരുക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ചെയ്യാം എന്ന് പറഞ്ഞ് കയറി നിന്നതാണ്. നമ്മളിങ്ങനെ ചായക്ക് കഴിക്കാവുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ കൊണ്ടുപോകും. അവരിവിടെ ആകെ ഒരു മണിക്കൂറാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിലായിരിക്കും ഫസ്റ്റ് ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചായയും സിമ്പിളായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കേക്ക് പിന്നെ സമൂസ കള്ളപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ള ഒഴിച്ചിട്ടുള്ളതല്ല ഇവിടെ അങ്ങനെയാണ് പറയുക. ഉണ്ണിയപ്പം കട്ട്ലറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും തന്നെ അവരെ വീട്ടിൽ നിന്ന് അവരെ ചേച്ചിയും ചേട്ടനും സ്നേഹയുടെ ചേച്ചിയും ചേട്ടനുമാണ് ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവരവിടെ ചായയൊക്കെ കുടിക്കുന്ന സമയമാണ്. പിന്നെ അപ്പൂസിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ചായ കുടിച്ചതും അവർ ഇറങ്ങുമായിരുന്നു സ്നേഹയുടെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർ ടു എടപ്പാൾ 1.5 മണിക്കൂർ സമയമെടുക്കും. അവരവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ ചായ കുടിച്ച് ഇറങ്ങിട്ടോ. പണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 വിരുത്തൂണൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് ഒരു ദിവസത്തെ വിരുത്തൂണിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് കഥയും മാറുമല്ലോ. ഇപ്പം ഇവരെ നാളെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടാക്കും കേട്ടോ. അവർ ഒരുപാട് ദിവസമൊന്നും നിൽക്കുന്നൊന്നുമില്ല, വേഗം ചടങ്ങുകൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പെണ്ണിൻ്റെ വീട്ടിൽ 3 ദിവസം, പിന്നെ ഒരാഴ്ച ചെക്കൻ്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് വീണ്ടും പെണ്ണിൻ്റെ വീട്ടിൽ, അങ്ങനെ നീളുന്ന പ്രോസസ്സായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും സമയത്തിൻ്റെ പരിമിതികളുണ്ട്, അതിനനുസരിച്ച് എല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ അതേ ഇവർ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. നാളെ തന്നെ വരുന്ന കാരണം കൊണ്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൂസിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞതേ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് രാത്രി വരയ്ക്കും ഫുഡ് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോരുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് 2 ആഴ്ചയായി. മക്കളുടെ സ്കൂളൊക്കെ മുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മേലെ ആയിട്ടുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരണമായിരുന്നു. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഇവരെ തിരിച്ച് കൊണ്ടാക്കണം, അതുകൂടി കഴിഞ്ഞിട്ട് വരണം എന്നൊക്കെ. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ നാളെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ് കേട്ടോ. എന്നാലും കല്യാണം കൂടി എല്ലാവരും കണ്ടു, ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ചെലവ് വന്നിട്ട് ഉറപ്പ് നാളെ നീ പോണായിട്ട് മുന്നേ ചെലവ് അത് ശരിയാ. അതിൽ കൂടെ ബൈ പോയിട്ട് വരാം. ആ